എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ സ്ത്രീകൾക്ക് ശുശ്രൂഷയിലുള്ള പങ്കിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ മുന്നോട്ടുള്ള ഒരു 2 പാർട്ടിനെ ഞാനൊരു 3 വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അത് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും തന്ന നല്ല സ്നേഹത്തിനായി കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു കൃപയ്ക്കായി ക്രിസ്തുയേശുവിന് നന്ദി പറയുന്നു. നമ്മൾ ഇനി 3-ാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതി എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പുരുഷനെയും ആദാമിനെയും ഹവ്വയും കൂടെയാണ് സൃഷ്ടിച്ചിട്ടാണ് അവർക്ക് ആദാം എന്ന് പേരിടുകയും ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചതെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ പാരമ്പര്യമായി ചിലതിങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കുന്ന ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടുമാറില്ല എന്ന് കരുതിയിരിക്കുന്ന ചില വ്യക്തികൾക്കൊക്കെ അതൊരു ഇറിറ്റേഷൻ ഉണ്ടായി. ചില കാര്യങ്ങളെ ഞാൻ തിരുത്തണം എന്നുള്ള ഞാൻ തിരുത്തണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ എവിടെയാണ് തിരുത്തേണ്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വചനം ഇങ്ങനെയാണല്ലോ പറയുന്നത്. വചനം എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഞാൻ ദൈവസന്നിധിയിൽ ഇടാൻ വേണ്ടിയിട്ട്, ദൈവസന്നിധിയിൽ പറയുവാൻ വേണ്ടിയിട്ട്. ദൈവം പറയുന്ന കാര്യമല്ലാതെ, ദൈവം തരുന്ന കാര്യമല്ലാതെ മോശമായിട്ട് ഒരു കാര്യവും ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്തിടുന്നത് തന്നെ. നിങ്ങൾക്കവിടെ ന്യൂ ജനറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളായിട്ടും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റല്ല. നിങ്ങൾ ദൈവാത്മാവിനോട് ചോദിച്ചുകൊണ്ട്, ദൈവത്തോട് ചോദിച്ച് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എനിക്കത് മാത്രമേ ഉള്ളൂ സഹോദരങ്ങളോട് പറയുവാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാർട്ടിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ത്രീയെ അടിച്ചമർത്താൻ ഉപയോഗിക്കപ്പെട്ട വചനങ്ങൾ, ആ ഒരു വചന സന്ദർഭത്തിലെ സത്യവ്യാഖ്യാനത്തെയാണ് നോക്കാൻ പോകുന്നത്. എനിക്കറിയാം ഇത് ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ എനിക്കെതിരെ എന്നല്ല ഞാൻ എടുക്കുന്നത്. ക്രിസ്തുവിന്റെ വചനങ്ങളെ പറയുമ്പോൾ ക്രിസ്തുവിനെതിരെയായിരിക്കും ചില വ്യക്തികൾ എഴുന്നേൽക്കാൻ പോകുന്നത്. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ദൈവം എനിക്ക് തന്നേക്കുന്ന ഈ കാര്യങ്ങളെ പറയാതെ എനിക്ക് നിവർത്തിയില്ല. എനിക്ക് മനുഷ്യരെ ഭയമില്ല. അപ്പോൾ നമ്മൾ സ്ത്രീയെ അടിച്ചമർത്താൻ ഉപയോഗിക്കപ്പെട്ട വചനങ്ങളും ആ വചന സന്ദർഭത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉൽപ്പത്തി 3:6 നമ്മൾ എടുക്കാൻ പോകണം. ആ ഒരു വചനം നമ്മൾ വായിക്കാൻ പോകുന്നു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് കണ്ട് സ്ത്രീ അത് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഈ ഒരു വചനത്തെ എടുത്തുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളിലൂടെയാണ് പാപം ലോകത്തിലേക്ക് വന്നതെന്ന വാദത്തിൽ അവരെ അടപ്പിച്ച് ഷട്ട് ഡൗൺ ചെയ്യിപ്പിച്ച് വീട്ടിനകത്തേക്ക് ഇരുത്തിയേക്കുന്ന, അല്ലെങ്കിൽ എങ്ങും എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ വെച്ചേക്കുന്ന വ്യക്തികളോടാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ ഒരു സാധാരണ വാദം വരുന്നത് സ്ത്രീയാണ് ആദ്യം പാപം ചെയ്തത്, അവൾ കാരണം മനുഷ്യൻ വീണു, അതുകൊണ്ട് സ്ത്രീയെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ്. ആലോചിച്ചു നോക്കിയേ. സ്ത്രീ അമ്മയാണ്, സ്ത്രീ മകളാണ്, നമ്മുടെ അമ്മൂമ്മയുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അപ്പൊ ഈ സ്ത്രീയെ വിശ്വസിക്കാൻ കൊള്ളാത്തവളെന്നുള്ള രീതിയിൽ ഇങ്ങനെ വാദിച്ചു വെക്കുമ്പോ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരാണ്. അപ്പൊ സ്ത്രീ എങ്ങനെയാണ് വിശ്വസിക്കാൻ കൊള്ളാതായത്? അപ്പൊ ആദ്യത്തെ സമയത്ത് അതങ്ങനെ സംഭവിച്ചു. അതിനെ തിരുത്താൻ പറ്റില്ല. സംഭവിച്ചു പോയി, ആ ഒരു കാര്യം സംഭവിച്ചു. പക്ഷെ ആ വചനം എടുത്തുകൊണ്ട് ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും സ്ത്രീകളെ മിണ്ടാതിരുത്തിക്കുന്നത് യോഗ്യമാണോ? വചനത്തിന്റെ ആ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു വിശദീകരണം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏക മനുഷ്യരാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. റോമർ 5:12. അവിടെ കാണുന്നത് സ്ത്രീ പാപം ചെയ്തു എന്നല്ല, ഏക മനുഷ്യനാൽ, ആ ഏക മനുഷ്യനകത്ത്, ആദാം എന്ന് പറയുന്ന ഏക മനുഷ്യനകത്ത് സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട്. അവർ 2 പേരും കൂടിയാണ് ആ പാപം ചെയ്തത്. ആ പാപം ചെയ്തപ്പോൾ അവിടെ ഏകന്റെ അനുസരണ കേടിനാലാണ് പാപം ലോകത്തിലേക്ക് വന്നത്. ഈ വചനവും നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കണം. അപ്പോ ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ പലരും പാപികളായി. ആ റോമർ 5:19 പറയുന്നു, ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ സകലരും പാപികളായി തീർന്നു.
അവിടെ എങ്ങനെയാണ് സ്ത്രീ മാത്രം കുറ്റക്കാരിയാകുന്നത്? ശരിയാണ്, നമ്മൾ കഴിഞ്ഞതിൽ മനസ്സിലാക്കിയ ബലഹീനതയാണ് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന സ്വഭാവം അവൾക്കുണ്ട്. എന്ത് ചെയ്യാനാ, അവൾ അങ്ങനെ വിശ്വസിച്ചു പോവും. പറയുന്നത് ഓ അങ്ങനെയാണോ ചേട്ടത്തി എന്ന് പറഞ്ഞ് ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് കേട്ടോണ്ടിരിക്കുന്ന ചില സ്വഭാവങ്ങൾക്ക് സ്ത്രീകൾക്കുണ്ടായിരുന്നു. അവൾക്ക് അറിവ് കുറവായിരുന്നു. എന്നാൽ അവിടെ പഠിപ്പിച്ച് അവളെ ചേർത്ത് നിർത്തി കാര്യങ്ങളെ എല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം, അവൾ തെറ്റിപ്പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം അന്ന് പുരുഷനുണ്ടായിരുന്നു, ആദാമിനുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ആദാം തെറ്റി വീണുപോയത്, അനുസരണക്കേട് കാണിച്ചത്. അവിടെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചു, സ്ത്രീ അത് തിന്നപ്പോ എന്തിനാ പുരുഷൻ തിന്നാൻ പോയത്? പുരുഷൻ അവിടെ തിന്നാതിരുന്നൂടായിരുന്നു? അപ്പോ അവിടെ ഇതെല്ലാം ഒരു പദ്ധതിയാണ്. അവിടെ തിന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയതിനെ പിന്നെ കുറ്റം വെച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മള് ഇന്നും അത് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നത് യോഗ്യമാണോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടുന്നത് കുറ്റം സ്ത്രീക്ക് മാത്രം ചുമത്താൻ പറ്റില്ല. ഇരുവരും അനുസരണക്കേട് കാണിച്ചു. കൽപ്പന നേരിട്ട് ലഭിച്ചത്, ഉത്തരവാദിത്വം നേരിട്ട് ലഭിച്ചത് ആദാമിനാണ്. ചിന്തിക്കുക ആ ഉത്തരവാദിത്വം. കാരണം സ്ത്രീയെ പുറത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് അവരെ സൃഷ്ടിച്ചപ്പോൾ അവിടെ നേരിട്ട് സംസാരിച്ചത് ആദാമിനോടാണ്. അന്ന് ആദാമിന്റെ ഉള്ളിൽ ഹവ്വ ഉണ്ട്, സ്ത്രീ ഉണ്ട്. പക്ഷെ ആ സ്ത്രീയെ പുറത്തേക്ക് എടുത്തിരുന്നില്ല. നേരിട്ട് കൊടുത്തിരുന്നത് ആദാമിനായിരുന്നു. ദൈവം അത് കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പൊ ആ നേരിട്ട് ലഭിച്ച കൽപ്പനയെ പാലിക്കാതെ ആദാം അവിടെ അനുസരണക്കേട് കാണിച്ചു. അവിടെ വീണ്ടും നമ്മൾ എടുത്തു നോക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവം അവിടെ സ്ത്രീയെ കുറ്റപ്പെടുത്തിയോ? വചനമുണ്ടോ അവിടെ? സ്ത്രീയെ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല. ദൈവ ഉത്തരവാദിത്വം ഉപേക്ഷിച്ച പുരുഷനെയാണ് ചോദ്യം ചെയ്തത്. ആദാമേ നീ എവിടെ? അവിടെ വീണ്ടും ഞാൻ പറയുന്നു, ആദാമേ എന്ന് വിളിക്കുമ്പോൾ അവിടെ സ്ത്രീയും കൂടെ നിൽക്കണം. രണ്ടുപേരോടും കൂടിയാണ് അവിടെ വിളിക്കുന്നത്. അല്ലാതെ നേരിട്ട് ഹവ്വേ നീ തെറ്റ് ചെയ്തോ എന്നല്ല ആദ്യം ചോദിച്ചത്. ആദ്യം അവിടെ ആദാമിനെയാണ് വിളിച്ചത്, പുരുഷനെയാണ് വിളിച്ചത്. അപ്പൊ പുരുഷൻ അവിടെ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് തെറ്റിപ്പോകാൻ ഇടയായത്. സ്ത്രീ അവിടെ ഭാഗമായി. ഇന്ന് നമ്മളിൽ പലരും ആകുന്നില്ലേ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ കുരുങ്ങിക്കൊണ്ട് അവന്റെ തന്ത്രങ്ങളെ അറിയാതെ ജീവിക്കുന്ന പല വ്യക്തികളുമില്ലേ? അവന്റെ അടിമത്വത്തിലേക്ക് പോയിട്ട് ഇന്ന് ലോകമോഹങ്ങളിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളില്ലേ? അന്ന് ഹവ്വയ്ക്ക് തിരിച്ചറിയാൻ പറ്റാതായിപ്പോയി. എന്ത് ചെയ്യാനാ സംഭവിച്ചു പോയി? ക്ഷമിക്കുന്നേ. ഹവ്വമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കൂടി നിങ്ങളോട് മാപ്പ് ചോദിക്കാണ്. അതങ്ങ് ക്ഷമിച്ച് വിട്ടു കളയുന്നേ. കാരണം കർത്താവ് അവിടെ ക്ഷമിച്ചു, പിതാവാൻ ദൈവം ക്ഷമിച്ചു, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു ക്ഷമിച്ചു. ഇനി എന്താണ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? പ്രിയ പുരുഷന്മാരെ, നമ്മൾ ദൈവത്തിന്റെ പ്രതിനിധികളല്ലേ? സ്തോത്രം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഹെഡിങ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീയെ അടിച്ചമർത്താൻ ഉപയോഗിക്കപ്പെട്ട വചനങ്ങളാണ്. ആ വചന സന്ദർഭത്തിലെ സത്യവ്യാഖ്യാനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ത്രീ ആദ്യം വഞ്ചിക്കപ്പെട്ടു. വീണ്ടും ഉള്ള സാധാരണ വാദം ഞാൻ പറയാം, ആത്മീയമായി സ്ത്രീ ആത്മീയമായിട്ട് ദുർബലയാണ്. അവൾക്കതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. അവൾ ഉപദേശം കൊടുത്താൽ, അവൾ മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ തെറ്റിപ്പോവും, അവളും തെറ്റിപ്പോവും, പഠിക്കുന്നവരും തെറ്റിപ്പോകും എന്നുള്ള ചില ചിന്താഗതികൾ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. അതിനാൽ ശുശ്രൂഷ പാടില്ല, അവൾ പഠിപ്പിക്കാൻ പാടില്ല, അവൾ ഉപദേശങ്ങൾ കൊടുക്കാൻ പാടില്ല, അവൾ ശുശ്രൂഷകൾ ചെയ്യാൻ പാടില്ല, കാരണം അവൾ ആത്മീയമായിട്ട് ദുർബലയാണെന്ന്. എന്നാൽ ഞാൻ ഇന്ന് വിളിച്ചു പറയാം, സ്ത്രീകൾ ഏറ്റവും ശക്തരാണ്, ആത്മീയമായിട്ട് ശക്തരാണ്, പ്രാർത്ഥനയിൽ നിൽപ്പാൻ ശക്തരാണ്, അവളിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യാൻ ശക്തരാണ്. പക്ഷേ ഇന്നും ഭയത്തിൽ കീഴടങ്ങിയിരിക്കുകയാണ് സ്ത്രീ. ഭയത്തിൽ കീഴടങ്ങി, മനുഷ്യന്റെ ഭയത്തിൽ, മനുഷ്യഭയത്തിൽ കീഴടങ്ങിയിരിക്കുകയാണ് സ്ത്രീ. സ്ത്രീകൾ എഴുന്നേൽക്കേണ്ടെന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പിതാവാം ദൈവം, പുത്രനായ യേശു ക്രിസ്തു നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തി നമ്മളെ ശക്തി നിറച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ നിറച്ച് കൃപാവരങ്ങളാൽ നിറയ്ക്കുന്ന ആത്മാവ് പലപ്പോഴും സ്ത്രീകളെ ആലോചിച്ച് ദുഃഖിക്കുകയാണ്, തന്നേക്കുന്ന ശുശ്രൂഷകൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട്. അപ്പൊ ഈ വിധ വാദങ്ങൾക്ക് വചന സത്യമായിട്ടുള്ള ചില വിശദീകരണങ്ങൾ കൂടി ഞാൻ തരാം. ഇതൊരു ചരിത്ര സംഭവത്തിന്റെ വിവരണമാണ്.
ഇതൊരു ശാശ്വത വിധിക്കായിട്ട് വേണ്ടിയിട്ട് എടുത്തു വെക്കാനല്ല. നമ്മൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആക്ച്വലി ഞാനിപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു പുരുഷനായിരുന്നു, ഈ ഒരു വെളിപ്പാട് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാനിത് ഘോരം ഘോരം വിളിച്ചു പറഞ്ഞേനെ. ദൈവം ഒരു സ്ത്രീയായിട്ട് എന്നെ സൃഷ്ടിച്ചിട്ട് സ്ത്രീയായി എന്നെ കൊണ്ട് തന്നെ ഇത് എഴുന്നേൽപ്പിച്ച് നിർത്തി പറയിപ്പിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോ ആ ഒരു വിവരണത്തെ, ചരിത്ര സംഭവത്തിന്റെ വിവരണത്തെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ശാശ്വത വിധിയായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അവിടെ വഞ്ചിക്കപ്പെട്ടു എന്നത് സ്ത്രീയുടെ സ്വഭാവക്കുറവായിട്ട് കാണരുത്. ഒരു സ്വഭാവത്തിന്റെ, കാരണം സ്ത്രീ എപ്പോഴും മറ്റുള്ളവരെ വഞ്ചിക്കുന്നതാണ്. വഞ്ചന എന്താ ഓപ്പോസിറ്റ് ജെൻഡറിനില്ലേ? ചിന്തിച്ച് നോക്കുക. ഓപ്പോസിറ്റ് ജെൻഡറിനും ഉണ്ട്, വഞ്ചനകളുണ്ട്. അപ്പൊ വഞ്ചിക്കപ്പെടുന്നതും വഞ്ചിക്കുന്നതും ഒക്കെ രണ്ട് ജെൻഡറിന്റെ ഇടയിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇത് ഈ ഒരു വഞ്ചിക്കപ്പെട്ടത് ഒരിക്കലും ഒരു സ്ത്രീയുടെ സ്വഭാവക്കുറവല്ല. ആക്ച്വലി അവിടെ സ്ത്രീക്ക് സംഭവിച്ചൊരു കാര്യം നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവിടെ ദൈവത്തിൽ നിന്നും ആദാമിൽ നിന്നും അവൾ കേൾക്കാതെ അവൾക്ക് അവിടെ പറ്റിയൊരു മണ്ടത്തരം പറ്റിയെന്ന് തന്നെ പറയണമല്ലോ. ആ ഒരു പറ്റിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് വേറൊരു സൃഷ്ടിയിൽ നിന്നും അത് കേട്ടു എന്നുള്ളതാണ്. മറ്റൊരു സൃഷ്ടിയിൽ നിന്നാണ് അവൾ അത് കേട്ടത്. ഏത് സൃഷ്ടി? ഇപ്പൊ പാമ്പിലേക്ക് സാത്താൻ പ്രവേശിച്ചിട്ട് പാമ്പ് സംസാരിച്ചു എന്നാണ്. അപ്പൊ ആ ഒരു സൃഷ്ടിയിൽ നിന്ന് പറയുന്നത് കേട്ടിട്ട് അവൾ അതിൽ ആകൃഷ്ടയായി പോയി. അപ്പൊ നമുക്കൊരു ദൂതുണ്ട്. ഇന്നും ഏത് മനുഷ്യര് പറഞ്ഞോട്ടെ, ഏത് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ ദൈവാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ചിലത് വെളിപ്പെടുത്തി തരുമ്പോ അതിന് കീഴ്പ്പെടണം. നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ശരിയല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് ശരിയാണോ എന്നുള്ളത് വേദപുസ്തകത്തിൽ പരതി നോക്കണം. ദൈവാത്മാവിനോട് പറയണം, ആത്മാവേ എനിക്കിതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി തരണമേ. ഞാൻ പഠിച്ചതൊക്കെയും അങ്ങനെയാണ്. ദൈവമേ ഇതിന്റെ ഈ സത്യാവസ്ഥ വെളിപ്പെടുത്തി തരണമേ. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നു, പഴയ കാലങ്ങള്. സ്തോത്രം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് എടുക്കേണ്ടി വരും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇതിനെ പറഞ്ഞു തീർക്കുകയും വേണമല്ലോ. അവിടെ മറ്റൊരു സൃഷ്ടിയിൽ നിന്ന് കേട്ട്, അതാണ് അവൾക്ക് പറ്റിയ വഞ്ചന എന്ന് പറയുന്നത്. നമ്മളും ഇന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് നേരിട്ട് കേൾക്കുക എന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കരുതെന്നല്ല, അത് കേട്ടിട്ട് അതിനെ വിവേചിച്ചു നോക്കുക. അതിന്റെ ശരി എന്തെന്നുള്ളത് വേദപുസ്തകത്തിൽ നിന്ന് നോക്കുക. ആത്മാവിന്റെ കൃപയോടുകൂടി നമ്മൾ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 1 തിമോഥെയോസ് 2:14 പറയുന്ന പൗലോസ് ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് ഇതേ പൗലോസ് തന്നെ സ്ത്രീയെ, ശുശ്രൂഷയായ ഫേബയെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നതിനും പ്രവചിക്കുന്നതിനും അംഗീകരിക്കുന്ന ആ ഒരു വചനവും നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഒരേ രീതിയിൽ തന്നെ അവിടെ ഒരു ചോദ്യം വരുന്ന ഇതാണ്, സ്ത്രീ എപ്പോഴും വഞ്ചിക്കപ്പെടുന്നവളായിരുന്നെങ്കിൽ പൗലോസ് അവരെ ശുശ്രൂഷയിൽ അംഗീകരിക്കുമോ? അപ്പൊ ചില സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പൗലോസ് അവിടെ പറയുകയുണ്ടായി, നിങ്ങൾ മിണ്ടാതിരിക്കട്ടെ എന്ന്. പക്ഷെ അത് എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല, അത് ആ സാഹചര്യത്തിൽ ആണെന്ന് ഇന്ന് സ്ത്രീകൾ അത് മനസ്സിലാക്കണം. പൗലോസ് തന്നെ പറയുകയാണ്, ആ ശുശ്രൂഷയില് അംഗീകരിച്ചുകൊണ്ട് പല സ്ത്രീകളെയും റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് മൊത്തം ഒരുപാട് സ്ത്രീകളെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ പൗലോസ് സ്ത്രീകളെ വളരെ നല്ല രീതിയിൽ പ്രശംസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അന്നത്തെ ആ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങി അവർക്ക് യാതൊരു വിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തത്. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് പലരും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് വേദപുസ്തകത്തെ അവരെയൊക്കെ അപ്പോസ്തലന്മാരായിട്ട് തെരഞ്ഞെടുത്തില്ല? പിന്നെ യേശു അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകളെ തെരഞ്ഞെടുക്കില്ലായിരുന്നു. അവിടെ ആ ഒരു കാലഘട്ടത്തിനെ ഒരിക്കലും യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് യേശുവിനെ നേരെ തിരിച്ചു മാറ്റിയെടുത്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും നാം ചിന്തിക്കണം, പുരുഷന്മാരെക്കാൾ തീഷ്ണതയോടുകൂടി അവിടെ സ്ത്രീകൾ എഴുന്നേറ്റിരുന്നു, സ്ത്രീകൾ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത്. പൗലോസ് 1 കൊരിന്ത്യർ 14:34 പറയുന്നുണ്ട്, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ.
ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല. അപ്പൊ അത് ന്യായപ്രമാണം പറയുന്നത് പോലെയാണ്. ആ ന്യായപ്രമാണത്തെ കൊണ്ട് സാധിക്കാനല്ലേ യേശുക്രിസ്തു ഇവിടെ വന്നത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്, സകലതിന്റെ ആയുധവർഗത്തെ അവിടെ വെപ്പിച്ച് യേശുവിന്റെ ക്രൂശിന് മുമ്പിൽ മൊത്തം അവിടെ കീഴടക്കിയില്ലേ, സകലത്തിലും ജയം പ്രാപിച്ചില്ലേ. അവിടെ സ്ത്രീകൾ മിണ്ടാതിരിക്കണം. ആ ഒരു പൗലോസിന്റെ ഈ ഒരു വാക്യം എടുത്തുകൊണ്ടാണ് ഇന്ന് സ്ത്രീകളെ മിണ്ടാതാക്കിയിരിക്കുന്നത്. അപ്പൊ സ്ത്രീ ഉപദേശിച്ചാൽ പാപമാണ്, സ്ത്രീ ഉപദേശം നൽകരുത്, സ്ത്രീകൾ മിണ്ടരുത്, അതൊക്കെ എന്തോ പാപമാണെന്ന് യുവത്വങ്ങളെ പഠിപ്പിച്ചു വെച്ചേക്കാണ്. എന്നാൽ ഇതിന് വചന സത്യമായിട്ടുള്ള വിശദീകരണം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 11:5 സ്ത്രീ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. പൗലോസ് ഒരേ ലേഖനത്തിൽ തന്നെ സ്ത്രീ സംസാരിക്കാമെന്നും സംസാരിക്കരുതെന്നും എന്നും വിരുദ്ധമായിട്ട് പറയൂ. 1 കൊരിന്ത്യരിൽ ഒരിടത്ത് പറയുന്നു സ്ത്രീകൾ പ്രാർത്ഥിക്കട്ടെ പ്രവചിക്കട്ടെ എന്ന് പറയുന്നു, ഒരിടത്ത് പറയുന്നു സ്ത്രീ മിണ്ടാതിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരേ സ്ഥലത്ത് തന്നെ അല്ല ഒരേ ലേഖനത്തിൽ തന്നെ എന്താണ് പൗലോസ് അത് പറയുന്നതെന്ന് നമ്മുടെ ബുദ്ധി ദൈവം തന്നിട്ടില്ലേ, നമുക്ക് ചിന്ത തന്നിട്ടില്ലേ? ചിന്തിക്ക്, നമ്മുടെ ബുദ്ധി ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് നോക്ക്. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോ അവിടെ ആ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. അപ്പോ അന്നത്തെ കാലത്ത് കൊരിന്ത്യ സഭയില് അക്രമം നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പൊതുവെ നമുക്കറിയാലോ, സ്ത്രീകൾക്ക് ഈ വിദ്യാഭ്യാസം കുറവ്, അവർക്ക് വിവരം കുറവ്, പരിജ്ഞാനക്കുറവ്, ഇതൊക്കെയും അന്നുണ്ടായിരുന്നു. ഇന്നുമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പരിജ്ഞാനക്കുറവുള്ളവരുണ്ട്. അപ്പോ പരിജ്ഞാനമില്ലാതെ അക്രമം നിറഞ്ഞ ചോദ്യങ്ങൾ, ഒരുമാതിരി മനുഷ്യനെ ഒരു സഭയുടെ ഇടയിലൊക്കെ ഇരുന്നിട്ട് ക്രമരഹിതമായിട്ട് ഇടപെട്ടുകൊണ്ട് പൊതു മീറ്റിങ്ങിലൊക്കെ ഒരു കലഹം ഉണ്ടാക്കി ചലപല എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് പിന്നെ ചേട്ടത്തി ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളറും നോക്കി, ഇപ്പുറത്തെ അമ്മായി ഇട്ടേക്കുന്ന ആഭരണത്തിന്റെ മോഡലും നോക്കി, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളും അങ്ങേയറ്റം ഭയങ്കര സംശയങ്ങളും വചനങ്ങൾ കേൾക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ദേവദാസന്മാര് അല്ലെ ശുശ്രൂഷകർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സഭയ്ക്കിടയില് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ ഉണ്ടാക്കിയിരുന്നു. അവിടെയാണ് സ്ത്രീകളോട് വിശുദ്ധനായിട്ടുള്ള പൗലോസ് പറയുന്നത് സ്ത്രീകൾ മിണ്ടാതിരിക്കണം എന്നുള്ളത്. ഇന്നും പറയുകയാണ്, ഞാനും പറയുകയാണ്, പൗലോസ് പറയുന്നു, ഇന്ന് പല ശുശ്രൂഷകരും പറയുന്നു, ഞാനും പറയുകയാണ്, ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ളവർ മിണ്ടാതിരിക്കട്ടെ. ദൈവവചനമെടുത്ത് സംസാരിക്കുമ്പോൾ പരിജ്ഞാനത്തോടുകൂടി പക്വതയോടുകൂടി ദൈവവചനത്തെ, എന്താണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലുള്ള സകല മാനവരാശിയോടും വിളിച്ചു പറയുക എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ തയ്യാറായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് രക്ഷിക്കപ്പെട്ട് വന്നേക്കുന്ന മാനവ കുലത്തിന് വേണ്ടുന്ന അവരുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിൽ ആണും പെണ്ണെന്നുമുള്ള വ്യത്യാസത്തിലില്ല. അപ്പോൾ ഇത് ഒരു സമ്പൂർണ്ണ മൗനമായിട്ടല്ല പൗലോസ് പറഞ്ഞേക്കുന്നത്. മൊത്തം സ്ത്രീകളും മൊത്തം അടങ്കലായിട്ട് അങ്ങ് മിണ്ടാതിരിക്കട്ടെ എന്ന് സമ്പൂർണമായിട്ടുള്ളൊരു മൗനമല്ല പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ക്രമമാണ് വിഷയം. ഒരു ക്രമമുണ്ട്. ആ ഒരു ക്രമത്തിന്, സഭാരാധനയിൽ ഒരു ക്രമമുണ്ട്. ആ ഒരു ക്രമത്തിനനുസരിച്ച് കൊടുക്കേണ്ടുന്ന ബഹുമാനങ്ങൾ പരസ്പരം കൊടുത്തുകൊണ്ട് എല്ലാവരും വളരെ ക്രമത്തോടുകൂടി, ഭയഭക്തി ബഹുമാനത്തോടുകൂടി, ദൈവത്തോടുള്ള ഭയത്തോടുകൂടി വളരെ ക്രമമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇത് ചെയ്യാതിരിക്കുന്ന സഭകളിൽ, ചെയ്യാതിരിക്കുന്ന വ്യക്തികളിൽ ഇന്നും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 തിമോഥെയോസ് 2:12 പറയുന്നു, മൗനമായി ഇരിക്കുവാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. സ്ത്രീകൾ പുരുഷന്റെ മേൽ അധികാരം വഹിക്കരുത്. പുരുഷനെ ഒന്നും പറയുവാനോ ഉപദേശിക്കുവാനോ ഒന്നും അധികാരം ചെയ്യുവാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു വചനമായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടേക്കുന്നത്. എന്നാൽ ഇതിന്റെ വചന സത്യമായിട്ടുള്ളൊരു വിശദീകരണം നോക്കിയാൽ, അധികാരം വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ആ പദം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഒരു സാധാരണമായിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ടല്ലോ, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അധികാരത്തെ, അതായത് പുരുഷന്മാർ ചെയ്യുവാനുള്ള അധികാരത്തെ വിട്ടുകൊടുക്കാതെ അതുകൂടെ കയ്യടക്കി പിടിക്കുന്ന അങ്ങനെയുള്ള ഒരു ആധിപത്യം ബലമായിട്ട് പിടിച്ചു വെക്കുന്ന, മറ്റൊരാളെ അടിച്ചമർത്തി വെക്കുന്ന ഒരു പ്രയോഗം അന്ന് സ്ത്രീകളിൽ ഉണ്ടായിരുന്നു. മറ്റൊരാളെ അടിച്ചമർത്തി വെക്കുവാനോ അങ്ങനെ അധികാരം വഹിക്കുവാനോ പുരുഷന്മാരോട് ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ടും അവരുടെ മേലെ വല്ലാത്തൊരു ആധിപത്യത്തെ പരസ്യമായിട്ടൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ചില പ്രഹസനങ്ങൾ വന്നപ്പോഴാണ് പൗലോസ് അവിടെ വിലക്കുന്നത്. അടിച്ചമർത്തുന്ന അധിനിവേശമുള്ള അധികാരമാണ്, അല്ലാതെ സേവനാത്മകമായിട്ടുള്ളൊരു നേതൃത്വത്തെ അല്ല അവിടെ വിശുദ്ധനായിട്ടുള്ള പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമുക്ക് സേവനം ചെയ്യാം. ശുശ്രൂഷ കർത്താവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി നിന്നുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റും. അവിടെ ആധിപത്യം കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീക്കും ഒരു പുരുഷന്റെ മേലും അങ്ങനത്തെ അധികാരം നിറഞ്ഞ, അല്ലെങ്കിൽ അവരെ ബലമായിട്ട് പിടിച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു അധികാരത്തെ എടുത്തു നിൽക്കാൻ ഒരു സ്ത്രീക്കും അവകാശമില്ല. അപ്പൊ അതിനെതിരെയാണ് പൗലോസ് അന്ന് സംസാരിച്ചിട്ടുള്ളത്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ സംസാരിക്കുന്നത്. സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പൗലോസ് അവിടെ ആ ഒരു ലേഖനം എഴുതുന്നത്. വ്യാജ ഉപദേശങ്ങൾ വന്നു. നമ്മൾ ആ ലേഖനം വായിച്ചു നോക്കിയാൽ മതി. വ്യാജ ഉപദേശങ്ങള്, ക്രമരഹിതമായിട്ടുള്ള പഠിപ്പിക്കലുകള്, അത് മാത്രവുമല്ല സ്ത്രീകൾ ഈ വചനത്തെ പഠിക്കാതെ മറ്റുള്ളവരെ പഠിപ്പിച്ചു ഉപദേശിച്ചും കൊണ്ട് എഴുന്നേൽക്കുന്ന രീതിയിലേക്കൊക്കെ അന്ന് സ്ത്രീകൾ മാറിയിരുന്നു. പരിജ്ഞാനമില്ലായ്മ, അവര് പക്വതയില്ലാത്ത രീതിയിലേക്കൊക്കെ അന്ന് മാറിയിരുന്നു. അപ്പൊ അവരോടാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. 1 തിമോത്തിയോസ് 1:3-7 വരെ നമ്മൾ കാണുന്നുണ്ട്. അർത്ഥമില്ലാത്തുള്ള ഉപദേശവും തെറ്റായ വ്യാഖ്യാനവും. അതിനാൽ ഇത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ നൽകിയ നിർദ്ദേശമാണ്, ശാശ്വതമായിട്ടുള്ളൊരു നിയമമായിട്ടല്ല. ആ സഭയ്ക്ക് അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പൗലോസ് എഴുതിയിട്ടുള്ളതാണത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ അതിനെ പഠിക്കുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള വിളി എന്താണ്, എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ ഓരോരുത്തരും ചിന്തിക്കും. സ്ത്രീകൾ എന്ന് മാത്രമല്ല പുരുഷന്മാരും. കാരണം നമ്മൾ യേശുവിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്ന, ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്താൻ നിൽക്കുന്ന പോരാളികളാണ് നമ്മൾ യേശുവിന് വേണ്ടിയിട്ട് നമ്മൾ പടച്ചട്ട അണിഞ്ഞു നിൽക്കുകയാണ്. യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. നമുക്ക് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യമാണുള്ളത്. പരസ്പരം കുറ്റം വിധിക്കുവാനോ പരസ്പരം അവിടെ ഇവിടെ ചെളിവാരി എറിയുവാനോ, നീ നന്നല്ല, ഞാനാണ് ശരി, ഞാൻ ശരിയല്ല, നീയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുവാനുള്ള സമയമല്ലത്. അന്ത്യകാലം അടുത്തിരിക്കുന്ന ഈ സമയത്ത് കർത്താവിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് മനസ്സൊരുക്കമുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ എടുക്കേണ്ടുന്നത്. 1 തിമോത്തിയോസ് 2:12 മാനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നതല്ല. അപ്പൊ ഈ ഒരു വചനം എടുത്തിട്ട് സ്ത്രീകൾക്ക് ശുശ്രൂഷയില്ല, സ്ത്രീക്ക് ആത്മീയവരങ്ങൾ ഉപയോഗിക്കരുത്, സ്ത്രീ പുരുഷന് വേണ്ടി മാത്രമുള്ളവളാണ് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒക്കെ ആക്കി വെച്ചേക്കുന്ന ചില പാരമ്പര്യമായിട്ട് ഇത് തുടർന്ന് വരുന്ന രീതിയുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. എനിക്ക് ആരോടും ചോദിക്കാറില്ല, എനിക്ക് ആകെ ചോദിക്കാറുണ്ട് കർത്താവിനോടാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഈ പ്രവചന സ്ത്രീകൾക്ക് പറ്റും, പക്ഷെ ചില ശുശ്രൂഷകൾ പറ്റില്ല. അത് എവിടെയാണ് വേദപുസ്തകത്തെ എഴുതിയേക്കുന്നത്? സ്ത്രീകൾക്ക് പ്രവചിക്കാം, സ്ത്രീകൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ത്രീകളെ ഇനി നമ്മൾ പുറമെ പഠിച്ചു വരുന്നുണ്ട്. ഈ സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോ ചിലത് ഭാഗിച്ചാണോ കൊടുത്തേക്കുന്നത്? ഇന്ന ആൾക്ക് ഇന്ന ജോലിയെ ചെയ്യാവൂ, ഇന്ന വ്യക്തികൾ ഇന്ന കാര്യമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടാണോ ആത്മാവ് തന്റെ കൃപാവരങ്ങളെ കൊടുക്കുന്നതെന്നൊക്കെ ഞാനിരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വലിയൊരു നോ എന്ന് പറയുവാൻ സ്ത്രീ തയ്യാറാകണം. സ്ത്രീക്ക് ശുശ്രൂഷ ഇല്ലേ? നോ, എനിക്ക് ശുശ്രൂഷ ഉണ്ട്. കാരണം കർത്താവ് എന്നിൽ അഭിഷേകം പകർന്നിരിക്കുന്നത് ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് ശോഭിക്കാനാണെന്ന് പറയാനുള്ള ധൈര്യം സ്ത്രീകൾക്ക് വേണം.
സ്ത്രീകൾക്ക് ആത്മീയവരങ്ങൾ ഉപയോഗിക്കരുത്. പരിശുദ്ധാത്മാവല്ലേ ഈ ആത്മീയവരങ്ങൾ ഉപയോഗിക്കുന്നത്? വൈകി എന്ന് പറയണ ഞാനാണോ എടുത്തിട്ട് ഈ അപ്പന്റെ കൃപാവരങ്ങൾ എടുത്തുകൊണ്ട് തക്ക സമയത്തിന് എന്താ വേണ്ടുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഓരോ പ്രവർത്തികൾ, ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തിൽ പ്രവർത്തികൾ നടക്കുന്നത് എൻ്റെ മിടുക്കുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇതേപോലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മിടുക്കുകൊണ്ടാണെന്നാണോ ചിന്തിച്ചേക്കുന്നത്? ഒരിക്കലുമല്ല. എൻ്റെ മിടുക്കുകൊണ്ടല്ല, എന്നിലൂടെ പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നെങ്കിൽ ഞാൻ ആ ഉപകരണമായിട്ട് ഞാൻ നിന്നു കൊടുക്കും. ഈ ഒരു തീരുമാനമെടുക്കാൻ സ്ത്രീകൾ തയ്യാറാണെങ്കിൽ നിങ്ങളിൽ ശുശ്രൂഷകൾ ജ്വലിക്കും. അപ്പൊ ആ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ വലിയൊരു നോ പറയാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ സ്ത്രീ പുരുഷന് വേണ്ടി മാത്രമുള്ളവരാണോ? പ്രസവിക്കാനും മുലയൂട്ടാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഭർത്താവിനെ വേവിച്ചു കൊടുക്കാനും ഇതിനു വേണ്ടിയിട്ട് മാത്രമുള്ളവളാണെന്ന് വല്ലവരും ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മാത്രമുള്ളവരല്ല. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യം നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നോക്കണം. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് കർത്താവിന്റെ കാര്യങ്ങൾ കൂടി നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ശ്രമിച്ചില്ല എങ്കിൽ കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസം വരും. ഇത് ഞാൻ പറഞ്ഞു വെക്കുമ്പോൾ വീണ്ടും ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മുടെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ ഒരു കുടുംബത്തെ നമ്മൾ വളരെ സ്ഫടിക പാത്രം പോലെ സൂക്ഷിക്കണം. ഏറ്റവും നല്ല രീതിയിൽ സ്നേഹവും അങ്ങേയറ്റം പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് ജീവിക്കുന്ന കുടുംബം, അങ്ങനെയുള്ള കുടുംബം എന്ന് പറയുന്നത് ഈശ്വരന്റെ അനുഗ്രഹത്താൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള കുടുംബങ്ങളായിരിക്കും. പരസ്പരം സ്നേഹിക്കുക, എപ്പോഴും നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങൾ എപ്പോഴും പ്രേമത്തോടു കൂടി ഭാര്യയും ഭർത്താവും, വല്ലവന്റെ ഭാര്യ അല്ല, വല്ലവന്റെ ഭർത്താവിനെ അല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തോടുകൂടി, വളരെ അങ്ങേയറ്റം പ്രേമത്തോടുകൂടി ജീവിക്കുക. നമ്മുടെ പിതാവ് എന്തുമാത്രം സന്തോഷിക്കുമെന്നറിയോ? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം സമൂഹത്തിന് നാളേക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല ഭാവിയുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർ മാറും. ഹല്ലേലൂയ. അപ്പോ അവിടെ സ്ത്രീ പുരുഷന് വേണ്ടിയിട്ട് മാത്രമുള്ളവളല്ല, അവൾക്ക് ചില ശുശ്രൂഷകൾ, ചില കടമകൾ ദൈവസന്നിധിയിലും ചെയ്യുവാനുണ്ട്. നമ്മൾ അതെല്ലാം നോ പറഞ്ഞു മാറ്റി നിർത്തിയാൽ ഇവിടെ വചനം പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. അടിച്ചമർത്തുന്ന അധികാരത്തെ വചനം നിരോധിക്കുകയാണ്. അവിടെ അടിച്ചമർത്ത സ്ത്രീക്ക് പുരുഷനെയോ പുരുഷന് സ്ത്രീയെയോ അടിച്ചമർത്തി വെക്കാനുള്ള അധികാരം വേദപുസ്തകം നൽകുന്നില്ല, ദൈവം നൽകുന്നില്ല. ആരെയും അടിച്ചമർത്തി വെക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ക്രമവും പഠനവും ആവശ്യപ്പെടുന്നുണ്ട് വേദപുസ്തകം. നമ്മൾ ക്രമം പാലിക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം സംസാരിച്ചിരുന്നാലും ഒരു 9 പുരുഷന്മാരോ അവരുടെ ഇടയിൽ ഞാനൊരു സ്ത്രീയാണെങ്കിൽ ആ 9 പുരുഷന്മാർക്ക് ഏറ്റവും നല്ല മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ പതുക്കെ മാറി നിൽക്കും. അതാണ് നമ്മൾ ഒരു ക്രമം പാലിക്കുക എന്ന് പറയുന്നത്. അവരെ നമ്മൾ ബഹുമാനിക്കുന്നു, അവർക്ക് മുൻസ്ഥാനം കൊടുക്കുന്നു. ആ മുൻസ്ഥാനം കൊടുക്കുമ്പോൾ അവരും തിരിച്ചെന്താണ് വേണ്ടുന്നത്? തിരിച്ച് അതേപോലെ മാന്യത അവരും കാണിക്കണം. അവിടെയാണ് ശുശ്രൂഷ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ആ ഒരു ക്രമത്തില് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകണം. അത് മാത്രവുമല്ല, നമ്മൾ പഠനം ആവശ്യപ്പെടുന്നു. പല സ്ത്രീകളോടും ഇന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, പല സ്ത്രീകൾക്കും പഠിക്കുന്നത് ഇഷ്ടമല്ല. എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചോളും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ കേട്ടതും കണ്ടതും നമ്മുടെ ആ ഒരു അറിവിലേക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ നമുക്ക് തുറന്നു വരണ്ടേ? അതിനുള്ള അറിവ് നമുക്ക് വേണ്ടേ? ഇതൊന്നുമില്ലാതെ ബദിരന് മൂകനുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും പഠിക്കുന്നില്ല, ഞാനൊന്നും അറിയുന്നില്ല, പക്ഷെ എനിക്ക് സംസാരിക്കണം, ദൈവവചനം സംസാരിക്കണം, എനിക്ക് അത് വേണം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കഥയില്ല. നമ്മൾ പഠിക്കാൻ തയ്യാറാകണം, വചനം പഠിക്കാൻ തയ്യാറാകണം. വചനം പറഞ്ഞു തരുന്ന വ്യക്തികളുടെ വീഡിയോസുകൾ കാണുന്ന ആയിക്കോട്ടെ, അവരുടെ പ്രസംഗങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. എന്നിട്ട് ശോധന ചെയ്ത് അതിൽ നിന്ന് നല്ലതിനെ അബ്സോർവ് ചെയ്യണം. ചിലരെ ഫോളോ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. എന്താണ് ഫോളോ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യാണ്, ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ ധരിക്കുകയാണ്. അതേപോലെ ചില വ്യക്തികളെ നമ്മൾക്ക് റോൾ മോഡലാക്കാൻ പറ്റും. നല്ല കൃപയിൽ നല്ല രീതിയിൽ ദൈവവചനത്തെ എടുത്തത് കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന അനേക ദാസന്മാർ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്.
അവരിലൂടെയൊക്കെയും നമ്മൾ പഠിക്കുവാൻ തയ്യാറാകണം. പഠിച്ചുകൊണ്ട്, കേട്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ താഴണം. ദൈവമേ, ഇതിന്റെ വൻ വെളിച്ചങ്ങളെ എനിക്ക് നീ തുറന്നു തരണമേ. ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം അതിന്റെ പരിപൂർണതയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അപ്പൊ അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. പലരും ഇന്ന് പഠിക്കാൻ മനസ്സില്ല. അങ്ങനെ മനസ്സില്ലാത്തവരായി മാറി നിൽക്കരുത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീയും പുരുഷനും വിനയത്തോടുകൂടി ശുശ്രൂഷിക്കാൻ തയ്യാറാകണം. അത് തയ്യാറാകുന്ന കാലഘട്ടം അധികം ദൂരം ഇല്ലെന്നേ. ഒരുപക്ഷെ ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയേക്കാം. പക്ഷെ ഇത് തിരിഞ്ഞു വരുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. യൗവനക്കാരായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും ഈ പാരമ്പര്യത്തെയൊക്കെ ഉടച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അവർ ശുശ്രൂഷകളെ കർത്താവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വളരെ കൃപയാൽ ചെയ്യുന്ന കാലഘട്ടം വരാൻ പോവുകയാണ്. സ്തോത്രം. ആത്മാവിൽ ഞാൻ അത് വിളിച്ചു പറയുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഇത് സംഭവിക്കും. കുറെ മാമൂലുകളെ പിന്തുടരുന്നതല്ല, കുറെ പാരമ്പര്യങ്ങളെ പിന്തുടരുന്നതല്ല. വേദപുസ്തകം, വചനം എന്താണെന്ന് പറയുന്നത് പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. അപ്പൊ പുരുഷന്റെ മേൽ അധികാരം വഹിക്കരുത് എന്നത് സ്ത്രീയുടെ ശുശ്രൂഷ നിഷേധിക്കാനുള്ള വചനമല്ലെന്ന് മനസ്സിലാക്കുക. സഭയിലുള്ള അധിനിവേശവും അധികാരവും തടയാനുള്ള വചനമാണ്. അപ്പൊ ഒരാൾ നേതൃത്വം കൊടുത്തു നിൽക്കുന്ന ഒരു സഭയില് അതിന്റെ മേലധികാരിയെ ദൈവം അവിടെ ആക്കി വെച്ചേക്കുന്നതാണ്. അവിടെ കയറി വേറൊരാൾക്ക് കയറിയിട്ട് അവിടെ അധിനിവേശം നടത്തേണ്ടുന്ന കാര്യമില്ല. അവിടെ ആക്കി വെച്ചിരിക്കുന്ന ആ വ്യക്തിയിലൂടെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ വേറൊരു വ്യക്തി പോയിട്ട് അവിടെ അധിനിവേശം കാണിച്ച് അവിടെ മുഷിച്ചിലുണ്ടാക്കേണ്ടുന്ന കാര്യങ്ങൾ ഇല്ല. അപ്പൊ അത് വളരെ പക്വതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്നതാണ്. സ്ത്രീ ഉപദേശിക്കരുത്, അത് നമ്മള് മനസ്സിലാക്കി വരണം. ഇത് എല്ലായിടത്തും എല്ലാ കാലത്തും വേണ്ടിയിട്ടാണോ പൗലോസ് അതങ്ങനെ പറഞ്ഞത്? സ്ത്രീ ഉപദേശിക്കരുത്. നമ്മൾ അവിടെ നോക്കണം, സ്ത്രീകൾ എല്ലാ കാലത്തും എന്താണ് ചെയ്തത്. പൗലോസ് ഇത് പറയുന്നതിന് മുമ്പും അതിനുശേഷവും സ്ത്രീകൾ എന്താണ് ചെയ്തതെന്ന് നമ്മൾ കുറച്ച് ചരിത്രം പഠിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. അതുപോലെ തന്നെ വേദപുസ്തകം എന്താണ് പറയുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് തുടർന്ന് മുന്നോട്ട് നമ്മൾ അത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ പൗലോസിന്റെ ഇതേ കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകൾ ഉപദേശിക്കരുതെന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ പ്രിസ്കില്ല അപ്പല്ലോസിനെ കൂടുതൽ വ്യക്തമായിട്ട് ഉപദേശിച്ചു. അപ്പൊ പ്രിസ്കില്ലയും അഖിലാവും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർക്ക് വീട്ടില് സഭയുണ്ടായിരുന്നു. അവർ ഉപദേശിച്ചു എന്നാണ്. അപ്പം അഖിലാവ് മാത്രമല്ല, പ്രിസ്കില്ലയും അപ്പല്ലോസിനെ കൂടുതൽ ഉപദേശിച്ചു. അപ്പൊ അപ്പല്ലോസ് ആരാണ്? ഏറ്റവും കൃപ നിറഞ്ഞുകൊണ്ട് നല്ല വാക്ചാതുര്യത്തോടുകൂടി ദൈവവചനത്തെ ഘോഷിക്കുവാനും നല്ല കൃപയാൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ ഇവർ സഭയിൽ ചേർത്തുകൊണ്ടു, ഇവരുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് അതിൽ കറക്ഷൻസ് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയും പ്രിസ്കല്ല അപ്പല്ലോസിനെ പഠിപ്പിച്ചു കൊടുത്തു. വേദപുസ്തകത്തിൽ അത് വായിച്ച് പഠിച്ചു നോക്കണം. അപ്പം ഉപദേശിക്കാൻ പാടില്ല എന്നല്ല, ഉപദേശിച്ചു തരുന്നത് ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും നമ്മൾ തിരുത്തപ്പെടാനുള്ള കാര്യമാണെങ്കിൽ തിരുത്തപ്പെടണമെന്നേ. നമ്മൾക്ക് എന്തിനാണ് ഈഗോ? എന്തിനാണ്? നമ്മളിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട്. കാരണം അവിടെയാണ് നമ്മൾ തെളിഞ്ഞു വരുന്നത്. നമ്മളിൽ ഒരു മാറ്റം വരേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് പറഞ്ഞു തരുന്നത് ആരെന്നല്ല, പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളവൻ ചെയ്യുന്നത്. റോമർ 16:1 ഫീബ, ശുശ്രൂഷക്കാരിയായിട്ടുള്ള ഫീബ. അപ്പൊ ഈ വ്യക്തികളെല്ലാം പ്രിസ്കില്ല ഉപദേശിച്ചു, ശുശ്രൂഷക്കാരിയായിട്ടുള്ള ഫീബ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കുറെ വ്യക്തികൾ ആ പൗലോസിനോടൊപ്പം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തികളുണ്ട്. ഈ വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത പോർഷനുകളിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഒരിക്കലും ശുശ്രൂഷിക്കരുത് അല്ലെങ്കിൽ പഠിപ്പിക്കരുത് എന്ന് പൗലോസ് പറയുന്നില്ല. ചില സാഹചര്യങ്ങളിലാണ് സ്ത്രീകളോട് അത് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ജീവിത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഞെളിയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ പേര് പുകഴ്ചയിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല. ചില സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മനസമാധാനത്തോടു കൂടി ചെല്ലാൻ വേണ്ടിയിട്ട് സാധിക്കില്ല.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്തിൽ നമ്മളെ കൊണ്ട് ഇപ്പോൾ ചില വ്യക്തികൾ പറയുന്നുണ്ടാകാം, ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കുറേ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, ശുശ്രൂഷക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ദൈവം വിളിച്ചേക്കുന്ന ചില സ്ത്രീകളുണ്ട്, ദൈവം വിളിച്ച് വേർതിരിച്ചേക്കുന്ന സ്ത്രീകൾ. അവർ തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളട്ടെ. നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാതെ ഇരുന്നിട്ട് പോകുന്നതല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ ഈ ഒരു പോർഷൻ പാർട്ട് 3 നമ്മൾ ഇവിടെ തീർത്തിരിക്കുകയാണ്. സർവേശ്വരൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഈ ഒരു ശുശ്രൂഷകൾ വരും കാലങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞാൻ ഇന്ന് നിങ്ങളോട് ദൂത് പറയുകയാണ്. ആമേൻ, സ്തോത്രം. സ്ത്രീകൾ എഴുന്നേൽക്കുന്ന വ്യക്തികളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ദൈവം കൃപാവരങ്ങളാൽ നിറയ്ക്കും. നിങ്ങൾ ധൈര്യത്തോടുകൂടി, മനുഷ്യഭയം ഇല്ലാത്തവരായി ധൈര്യത്തോടുകൂടി എഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ, ആമേൻ, സ്തോത്രം, തന്റെ അഭിഷേകത്തെ നിറച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിങ്ങൾ രോഗസൗഖ്യങ്ങളും ഭൂതങ്ങളുടെ മേൽ അധികാരവും ഒക്കെ എടുത്തുകൊണ്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്ന വ്യക്തികളായി സ്ത്രീകൾ എഴുന്നേൽക്കും, സ്ത്രീകൾ എഴുന്നേൽക്കും. ആമേൻ. അതിന് ആത്മാവ് നമുക്ക് തുണ നിൽക്കും, പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. ആമേൻ, സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.